ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 18 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് SUV. അതാണ് നമ്മളുടെ പുതിയ കിയ സെൽറ്റോസിന്റെ ഈ HTE ഓപ്ഷണൽ വേരിയന്റ്. സെൽറ്റോസിന്റെ ബേസ് വേരിയന്റ് HTE വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്കൽ ബേസ് വേരിയന്റ് ഈ HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പുതിയ കിയ സെൽറ്റോസിന്റെ സെക്കൻഡ് ബേസ് വേരിയന്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് HTE വേരിയന്റ് ആണ്. അതൊരു പക്ക വാല്യൂ ഫോർ മണി വേരിയന്റ് തന്നെയാണ്. മാനുവൽ നോക്കുന്നവർക്ക്, നിങ്ങളൊരു ഓട്ടോമാറ്റിക് സെൽറ്റോസ് ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള ബേസ് വേരിയന്റ് ഈ HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഇതൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് തന്നെയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ, അതായത് 16 ലക്ഷം രൂപ ബഡ്ജറ്റിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കും 18 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക്കും കിട്ടുന്ന ഫുൾ സൈസ് SUV അത് നമ്മളുടെ സെൽറ്റോസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറും ഇപ്പോൾ ഈ ബഡ്ജറ്റിന് നമ്മളുടെ കിയ സെൽറ്റോസ് തന്നെയാണ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് അപാര റോഡ് പ്രസൻസ് ആണ് പുതിയ സെൽറ്റോസിന്. ചില ആളുകൾക്ക് ഈ പുതിയ സെൽറ്റോസിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, കുറച്ച് കഴിയുമ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ പുതിയ സെൽറ്റോസിന് കിയ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു അഗ്രസീവ് ലുക്കിംഗ് കാറായിട്ട് സെൽറ്റോസ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽറ്റോസിന്റെ ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. സെൽറ്റോസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഈ ഒരു ബ്ലാക്ക് കളറാണ്. കാര്യം ഈ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഫുൾ ഡീക്രോം ചെയ്ത് കഴിഞ്ഞാൽ അപാര റോഡ് പ്രസൻസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിന്. ഇപ്പോൾ ഈ ഒരു വേരിയന്റ് എടുത്തിട്ട് നമ്മൾ ഫുൾ ഡീക്രോം ചെയ്ത് കഴിഞ്ഞാലും ടോപ്പ് എൻഡ് എടുത്ത് ഡീക്രോം ചെയ്ത് കഴിഞ്ഞാലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ എക്സാക്ട് സിമിലർ ആണ്. ഒരു സെക്കൻഡ് വേരിയന്റ് ആണെന്നോ ബേസ് വേരിയന്റ് ആണെന്നോ ആരും ഒറ്റ നോട്ടത്തിൽ പറയില്ല. ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ഇതിനകത്ത് സൺറൂഫ് വരുന്നില്ല, പിന്നെ ഫോഗ് ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഈ വേരിയന്റിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് കാണുന്ന ഡ്യുവൽ DRL നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ പറഞ്ഞ ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. താഴെ ഈ സിൽവർ ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. ഈ ബമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. 200 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷനും കൂടി ഒരു ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ലുക്കിലേക്ക് മാറും. ശരിക്കും ഈ വേരിയന്റിന്റെ ഈ ഗ്രില്ല് നമുക്ക് വരുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ടോപ്പിലായിട്ട് നമുക്ക് ആ കിയയുടെ ലോഗോയും കാണാം. ഈ വേരിയന്റിൽ കിയ ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ബേസ് വേരിയന്റിൽ റൂഫ് റെയിൽസ് വരുന്നില്ല. ഇതിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു അഗ്രസീവ് ലുക്കിംഗ് കാറായിട്ട് മാറും. വശങ്ങളിലേക്ക് വരുമ്പോൾ ഈ HTE ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 16 ഇഞ്ച് ടയർ സൈസിലാണ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റിൽ നമുക്ക് ഈ സെയിം വീൽസ് തന്നെയാണ്, പക്ഷേ അതിനകത്തൊരു സ്റ്റീൽ വീൽ കവറാണ്. സ്റ്റീൽ വീൽസ് വിത്ത് കവറാണ്. ഇതിനകത്ത് സ്റ്റീൽ വീൽസ് പ്ലസ് ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽ കവർ. ലോങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കവർ എന്ന് പറയാം. 215/65 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇതിപ്പോൾ ബേസ് വേരിയന്റിലും ഈ HTE ഓപ്ഷണൽ വേരിയന്റിലും ഈ ഒരു ടയറുകളും നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ HTK വേരിയന്റ് തൊട്ട് ടർബോ പെട്രോളിലും നമ്മുടെ ഡീസൽ ഓട്ടോമാറ്റിക്കിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഡീസൽ വേരിയന്റിലൊക്കെ നമുക്ക് 17 ഇഞ്ച് വീൽസ് കാണാനായിട്ട് പറ്റും. വശങ്ങളിലായിട്ട് നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിന്റെ ബാക്ക് വശം വരെ പോകുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ക്ലാഡിങ്. അതൊരു SUV ലുക്ക് തരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ വാഹനം ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് അതെടുത്ത് കാണിക്കാത്തതാണ്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. അതിപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും അത് കാണാനായിട്ട് പറ്റും. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ബാക്ക് വശം വരെ പോകുന്നുണ്ട്. ഇത് ഒരു ഫുൾ ബ്ലാക്ക് വാഹനത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിലാണ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അത് ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർ അത് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഈ വാഹനം അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. 2690 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അപാര ഇൻറ്റീരിയർ സ്പേസ് ആണ് ഈ കാറിന് കിയ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ B പില്ലറും C പില്ലറും എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം വലിപ്പം ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും നമ്മളുടെ ഈ HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഫ്രണ്ടിൽ കണ്ട ഒരു സിൽവർ ലൈൻ ബാക്കിലൂടെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതൊരു അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഷാർപ്പിൻ ആൻറ്റീന കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ ബാക്കിൽ വൈപ്പർ, വാഷർ, ഡിഫോഗർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് ബാക്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതോടെ സെൻട്രൽ മൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നു. താഴെ കിയയുടെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിൻ്റെ IVT ബാഡ്ജിങ് കാണാം. സെൽറ്റോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു.
നമുക്ക് ടൈലൈറ്റ് നമ്മൾ പറഞ്ഞാൽ ഫുൾ LED ആണ്. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഹാലജൻ ആയിട്ടാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് വശങ്ങളിലും കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെ ബാക്കിലും നമുക്ക് സിൽവർ ഫിനിഷിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. വൈപ്പർ ഇല്ല എങ്കിലും നമുക്ക് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് വൈപ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വാഹനമാണെങ്കിലും ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈപ്പർ ഫ്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും നമ്മുടെ HT ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാണാം. ബാക്കിലേക്കൊരു ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബേസ് വേരിയൻറ്റിൽ തരുന്ന വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഒരു പാഴ്സൽ ട്രേ ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. റിക്വസ്റ്റ് സെൻസറൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടില്ല. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷനായിട്ട് ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് വരുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതറിറ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫിനിഷിൽ. ടോപ്പ് പോർഷനിലേക്ക് വരുമ്പോൾ അത് ലെതർ അല്ല, നമുക്ക് ഫാബ്രിക് മെറ്റീരിയൽ എന്നുള്ള ഒരു സെമി ലെതറിറ്റ് ആൻഡ് ഫാബ്രിക് സീറ്റ് എന്ന് പറയാം. നടുക്കൊരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹിൽ ഡിസൈൻ കൺട്രോൾ, ഓട്ടോ പാർക്ക് ബ്രേക്ക് ആണ്, അതിൻ്റെ ഒരു ബട്ടൺ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. AC വെൻസിനകത്തെല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷും ആ ഒരു വൈറ്റ് ടച്ചും കാണാനായിട്ട് പറ്റും. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ST ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത STK ഓപ്ഷണൽ ഇൻറ്റീരിയറിന് സിമിലർ ഇൻറ്റീരിയർ ആണ്. നമുക്ക് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് എൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡീ കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ലെതർ റബ്ഡ് ഒന്നും അല്ല, നോർമൽ സ്റ്റിയറിംഗ് വീലാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. നറുക്ക് കിയയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഈ വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവ് മോഡുകളും ട്രാക്ഷൻ മോഡുകളും വരുന്നുണ്ട്. ഇതിൻ്റെ മാനുവൽ ആണെങ്കിൽ നമുക്ക് ഈ 2 മോഡുകൾ ഇതിനകത്ത് വരില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിനും അതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. നമുക്ക് വലതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓണായി വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളുടെ കിയ സെറോസിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് TPMS, പിന്നെ അത്യാവശ്യം വെഹിക്കിൾ റിലേറ്റഡ് ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കൽ മാനുവൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ കാണാവുന്ന 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. 4 സ്പീക്കർ, ശരിക്കും 6 സ്പീക്കർ എന്നാണ് കിയ പറയുന്നത്. 4 സ്പീക്കറിന് 2 ട്യൂട്ടേഴ്സും ആയിരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. അല്ല ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് നമുക്ക് ഒരു HD ക്യാമറ എന്ന് തന്നെ പറയാം. അതിൻ്റെ 2-3 സെറ്റിങ്സ്, താഴെ മാത്രം കാണാനും ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ള കുറേ ഫീച്ചറുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്യാമറ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ വേറെ ക്യാമറ ഡയറക്റ്റ് ആക്സസിൻ്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു സ്ക്രീൻ കാണാം, നമ്മുടെ AC കൺട്രോൾസ് കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഇതിൽ ഒരു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ പോലെ തോന്നുമെങ്കിലും അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ
കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെന്റ്സ് കാണാം. അതിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. ഇവിടെ ഒന്നും സോഫ്റ്റ് ടച്ച് ഇല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഫുള്ളി കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ക്രീനിൻ്റെ ഫിസിക്കൽ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. അടുത്ത വോളിയം ബ്രോക്കർ കാണാനായിട്ട് പറ്റും. മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു HTX വേരിയൻറ്റ് തൊട്ടിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുള്ളൂ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 C പോർട്ടുകൾ കാണാനായിട്ട് പറ്റും. അതിൽ ഒരെണ്ണം നമ്മുടെ മീഡിയയുടെ കണക്ടിവിറ്റിയും ബാക്കി 2 എണ്ണം ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. അതിന് താഴേക്ക് ഇവിടെ നമുക്ക് ഫോണെല്ലാം സൂക്ഷിക്കാനുള്ള സ്പേസ് ആണ് വരുന്നത്. വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിനൊരു ലെതർ കവർ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. HTK ഓപ്ഷണൽ വേരിയൻറ്റിൽ നമുക്കൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടണും കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമറ ബാക്കിൽ റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനൊരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ്, അതിനകത്തൊരു കവർ കാര്യങ്ങളും വരുന്നുണ്ട്. HTE വേരിയൻറ്റിൽ ബേസ് വേരിയൻറ്റിൽ കവറും ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. അതിനകത്താണ് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. ഒരു സെമി ലെതറിഡ് സീറ്റ് എന്ന് തന്നെ പറയാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡ് ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. സൺഗ്ലാസ് ഹോൾഡർ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് HTE വേരിയന്റിന്റെ ഒരു ഇന്റീരിയർ. ശരിക്കും ഇതൊരു ബേസ് വേരിയന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബേസ് വേരിയന്റ് എന്ന് പറയാം. പക്ഷേ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ബേസ് വേരിയന്റിൽ കയറുന്ന പോലെ ഒന്നുമല്ല. ഒരു മിഡ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ കാണേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഡെയിലി യൂസിന് നമുക്ക് ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. നമുക്കൊരു പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. സ്പീക്കർ സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ സിൽവർ ഫിനിഷിൽ കൊടുത്തിരുന്നു. സൺ ബ്ലൈൻഡ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്ക് സീറ്റ് നമുക്കൊരു സെമി ലെതറിഡ് സീറ്റുകളാണ്. താഴത്തെ പോർഷൻ ലെതറും ഇവിടുന്ന് ടോപ്പ് പോർഷനിലേക്ക് ഫാബ്രിക്കുമാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിനകത്ത് സെന്റർ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. നമുക്കൊരു സെന്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ISFE ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് AC വെന്റ്സ് ബേസ് വേരിയന്റോട്ട് വരുന്നുണ്ട്. ചാർജിംഗ് പോർട്ടൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. സീറ്റിന്റെ ബാക്കിലായിട്ടാണ് 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാണാം. അത്യാവശ്യം നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് ബാക്കിലെ പാർസൽ ട്രേ ആണ്. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പുതിയ കിയ സെൽറ്റോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൺ കൺട്രോൾ, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, പിന്നെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ കാണേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ കിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനം വന്നിരിക്കുന്നത് കിയയുടെ K3 പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഗ്ലോബൽ എൻക്യാപ്പിലൊക്കെ ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഭാരത് എൻക്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് പെട്രോളിലും ഡീസലിലും HTE വേരിയന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും ലഭിക്കുന്നുണ്ട്. ടർബോ പെട്രോൾ ഈ വേരിയന്റിൽ കൊടുത്തിട്ടില്ല. ഇനി പെട്രോൾ എഞ്ചിനിലേക്ക് വന്നാൽ കിയയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഓട്ടോമാറ്റിക്കായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 115 HP പവറും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മൈലേജ് ഒന്നും കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. പഴയ സെൽറ്റോസിന് പെട്രോളിനൊക്കെ 14-15 ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു മൈലേജ് നമുക്ക് ഇതിനും എക്സ്പെക്ട് ചെയ്യാം. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ കിയ സെൽറ്റോസിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡീസൽ എടുക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. കിയയുടെ തന്നെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 116 HP ആണ് പവർ. 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. നല്ല രസമാണ്. നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ആവറേജ് മൈലേജ് എന്താണെങ്കിലും ഒരു 16-നും 18-നൊക്കെ ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ സെൽറ്റോസിന്റെ ചെയ്ത എല്ലാ വീഡിയോയിലും പ്രൈസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്നാലും നമുക്ക് ബേസ് വേരിയന്റായ HTE പെട്രോൾ വേരിയന്റ് 13,79,000 രൂപയ്ക്കും
ഡീസൽ മാനുവൽ വേരിയന്റ് HTE ഡീസൽ വേരിയന്റ് നമുക്ക് 15,73 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ HTE ഓപ്ഷണൽ ഈ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 15,10,10,000 രൂപയും IVT ഓട്ടോമാറ്റിക്, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം പെട്രോൾ IVT ഓട്ടോമാറ്റിക് ആണ്. ഈ വാഹനത്തിന് 16,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസലിൽ 17,04,000 രൂപ ഡീസൽ മാനുവലിനും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 18,59,000 രൂപയാണ് പ്രൈസ്. അതായത് പുതിയ സെൽറ്റോസിന്റെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ വാങ്ങണമെങ്കിൽ 16,65,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18,59,000 രൂപ. ഈ ബഡ്ജറ്റിന് ഈ വാഹനം ഒരു വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആണ്. കാര്യം 18.5 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കാർ കിയ സെൽറ്റോസ് മാത്രമാണ്. ഇപ്പോൾ ഈ വാഹനം ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രെറ്റയൊക്കെ ആയിട്ടാണ്. പക്ഷേ ക്രെറ്റയുടെ സെക്കൻഡ് വേരിയന്റിലൊന്നും ഇത്രയും ഫീച്ചേഴ്സ് വന്നിട്ടില്ല. സെക്കൻഡ് വേരിയന്റിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പക്ഷേ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇതിനകത്ത് സൺറൂഫാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ കിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻജോൺ കിയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കിയയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.